ശരി ഏച്ചായ നമ്മളെല്ലാം ജോർജ് ഫാമിലിയാണ്. PC ജോർജ്, ശോഭന ജോർജ്, KM ജോർജ്, പിന്നെ ജോർജ് എന്ന് പറഞ്ഞാൽ ജോർജ് ഈഡനുണ്ട്, ജോർജ് മെസ്സിയറുണ്ട്, ജോർജ് ഫെർണാണ്ടസ് ഉണ്ട്, പിന്നെ ജോർജ് ബുഷ് വരെ അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഈ ജോർജ് ഫാമിലിയിലുള്ളവരൊക്കെ വളരെ സ്റ്റബേൺ ആണ്, വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ് എന്ന് നമ്മുടെ ഒരു ജന്മ സ്വഭാവമുണ്ട്. പക്ഷെ അങ്ങനെ ജന്മ സ്വഭാവം ഉള്ളപ്പോഴും നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ ചില കോംപ്രമൈസുകൾക്ക് തയ്യാറാവുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപവും നമ്മളെ പറ്റിയുണ്ട്. അതിനെപ്പറ്റി എന്താണ്? ഇപ്പോൾ അച്ചായൻ്റെ കാര്യത്തിലാണേലും പല സമയത്തും എനിക്കും അങ്ങനെ തോന്നിയിട്ടുമുണ്ട്. കോംപ്രമൈസിന്റെ ആളാണ്. അത് നമ്മുടെ ശോഭന പറഞ്ഞ ഒരു സത്യമുണ്ട്. ഈ ജോർജ് എന്ന പേര് ലോകത്തിൽ ഏറ്റവും നല്ല പേരതാ. അതാണല്ലോ പറഞ്ഞതിനർത്ഥം. ഒന്ന്, അത് സംശയം വേണ്ട, ജോർജ് ഏറ്റവും നല്ല പേര്. പിന്നെ വേറൊന്ന് ആ കുട്ടി പറഞ്ഞത് സ്നേഹത്തിനും സത്യമാണ്. ഇപ്പോൾ ഒരാൾ സ്നേഹമായിട്ട് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ണടച്ചങ്ങ് പോകും. പക്ഷെ ഞാൻ പറയും സ്റ്റോപ്പ്. പക്ഷെ താങ്കൾ അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി കേട്ടില്ലല്ലോ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കേൾക്കും. സ്റ്റോപ്പ് പറഞ്ഞു, മഞ്ഞ ലൈറ്റ് അടിച്ചു, ചോപ്പ് ലൈറ്റ് അടിച്ചു, പക്ഷെ ഉമ്മൻചാണ്ടിയുടെ വണ്ടി മുന്നോട്ട് പോയല്ലോ. അത് വരാൻ പോകുന്ന കാര്യം ഇപ്പം പറയണ്ടെന്ന്. അത് വരട്ടെ. എന്താ വരാൻ പോകുന്ന കാര്യം? രാഷ്ട്രീയത്തിൽ മാത്രം അങ്ങനെ പറയാറായില്ല വിട്ടാസ്. വെയിറ്റ്, നമുക്ക് ഒരു വസ്തു ഞാൻ പറയാം. ഉപ്പ് തിന്നവും വെള്ളം കുടിക്കും. ഉമ്മൻചാണ്ടി ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഉപ്പ് തിന്നൂന്നല്ലേ താങ്കൾ കത്തിൽ എഴുതി? ഞാൻ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ ഞാനും വെള്ളം കുടിക്കും. PC ജോർജ്, താങ്കൾ കത്തിൽ സോണിയാഗാന്ധിക്ക് എഴുതിയ കത്തിൽ എഴുതിയത് ഉമ്മൻചാണ്ടി ഉപ്പ് തിന്നിരിക്കുന്നു. ഈ ഉപ്പ് തിന്നയാളെ വെച്ചുകൊണ്ട് നമ്മൾ പോയാൽ ഉപ്പ് വെച്ച കലം പോലെയാവും. ഇതല്ലേ എൻ്റെ മലയാള പരിഭാഷ? അത് ഞാൻ അതിനെപ്പറ്റി ഒരു വാക്ക് പറയാം. സോണിയാഗാന്ധിക്ക് ഞാൻ കത്ത് അയച്ചെന്നുള്ള ശരിയാണ്. ആ കത്ത് ദൈവം സാക്ഷി ഞാൻ അറിഞ്ഞുകൊണ്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പം ഞാൻ അറിയാതെ പ്രസിദ്ധീകരിക്കപ്പെട്ടൊരു കത്താണത്. ഞാൻ എഴുതിയ കത്താണ് സത്യം. പക്ഷേ ഞാൻ അറിയാതെ പ്രസിദ്ധീകരിക്കപ്പെട്ട കത്തിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ PC ജോർജിനെ പോലെ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഇൻവേർട്ടർ കോമ ധൈര്യശാലിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് കത്തെഴുതിയെന്ന് പറയണു. കത്തിലെ ഉള്ളടക്കത്തെ നിഷേധിക്കുന്നില്ല. കത്ത് പുറത്തു വിട്ടതാണോ പ്രധാനപ്പെട്ട കാര്യം? കത്തിന് ഉള്ളടക്കമല്ലേ പ്രധാനം? ഞാൻ പറയട്ടെ, ഇതിനു മുമ്പും ഞാൻ സോണിയാജി കത്തെഴുതിയിട്ടുണ്ട്. ബിട്ടാസിന് അത്ഭുതം തോന്നും. അതും ഇതുവരെ അറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് കത്തെഴുതി എന്നുള്ളതും അതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് അറിയാവുന്ന കേരളത്തിലെ 2 പേരിൽ ഒരാൾ ഉമ്മൻചാണ്ടിയാണ്. അറിയാമോ? ആ കത്ത് ഉമ്മൻചാണ്ടിക്കെതിരെയായിരുന്നില്ലല്ലോ. പക്ഷേ ആ കത്തിൽ ഞാൻ എന്താണോ സോണിയാജിയോട് പറഞ്ഞിരുന്നത് അത് കത്ത് അതേപടി 2 ദിവസം കൊണ്ട് ആക്ട് ചെയ്ത മാന്യായ കോൺഗ്രസ് അധ്യക്ഷയാണ് സോണിയാജി. അത് ഉമ്മൻചാണ്ടി. ഞാൻ വീണ്ടും ചോദിക്കുന്നു, പറയട്ടെ സോണിയാജി 2 ദിവസം കൊണ്ട് എൻ്റെ കത്തിൻ്റെ പ്രതികരണം ഉണ്ടായി. ആ സോണിയാജിക്ക് ഞാനൊരു കത്ത് കൊടുത്തെങ്കിൽ ഞാൻ ആ കത്ത് പുറത്തു പോവുകയോ ചർച്ച ചെയ്യുന്നത് ആ വ്യക്തി മര്യാദ. താങ്കൾ പറഞ്ഞതിനെ ഞാൻ ലളിതമായ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ, എൻ്റെ ആദ്യത്തെ കത്തിലെ ആവശ്യം 2 ദിവസം കൊണ്ട് നടപ്പിലാക്കിയ സോണിയാഗാന്ധി എൻ്റെ രണ്ടാമത്തെ കത്തിലെ ആവശ്യം വൈകാതെ നടപ്പിലാക്കും എന്ന് ഞാൻ പറഞ്ഞില്ല. അതല്ലേ ഉദ്ദേശിച്ച്? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എൻ്റെ കത്തിൽ ഞാൻ കളവ് പറയില്ല എന്ന് സോണിയാജിക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. ഉമ്മൻചാണ്ടി ഈ കേസിൽ പ്രതിയാണ് എന്ന് താങ്കൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ കത്തിൽ പ്രതിപാദിക്കുന്നു. ഞാൻ ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞല്ലോ. എന്നോട് എന്നാ ചോദിച്ചാലും ഞാൻ മറുപടി. പേടിയായി അല്ലേ? പേടിയുടെ അല്ല, മാന്യതയുടെ പ്രശ്നം. മാന്യതയല്ല. എന്താ കാരണം വെച്ചാൽ താങ്കൾക്ക് ചീമൊട്ടയെ പേടിയില്ല, ചീമൊട്ട കിട്ടാനില്ല, മുട്ടയെ പേടിയില്ല. പക്ഷെ എവിടെയോ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ 2 തുളച്ചു. മറ്റേ കേട്ടിട്ടില്ല, പക്ഷെ എവിടെയോ ഒന്ന് തുളച്ചു. ഇല്ലെന്ന് ഉമ്മൻചാണ്ടിയാണ് ഞാൻ സംസാരിച്ചപ്പോൾ മാണി സാറും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരിപ്പുണ്ടല്ലോ, ചോദിച്ചോളൂ. ഞാൻ ഈ സരിത എന്ന കേസേ സംസാരിച്ചിട്ടില്ല. സത്യം. ഉമ്മൻചാണ്ടിയോട് ചോദിച്ചോളൂ. PC ജോർജ്, ഈ പറഞ്ഞ താങ്കളുടെ ഒപ്പം ഇരുന്ന ശ്രീ KM മാണി, PK കുഞ്ഞാലിക്കുട്ടി, ഇവരൊക്കെ ആയിട്ട് മാധ്യമപ്രവർത്തകർ ഒക്കെ സംസാരിക്കാറുണ്ട്. ഞാനും സംസാരിച്ചിട്ടുണ്ട്, ഒക്കെയുണ്ട്. അവിടെ നടന്ന ചർച്ചയുടെ സംക്ഷിപ്ത രൂപം താങ്കൾക്കറിയാവുന്ന പോലെ നമുക്കെല്ലാവർക്കും അറിയാം. PC ജോർജിനെ തളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു യോഗം നടന്നത് തന്നെ. അല്ലാതെ PC ജോർജിനെ സൗന്ദര്യം കാണാൻ വേണ്ടിയാണോ ഉമ്മൻചാണ്ടി വിളിച്ചത്? അല്ല, അവർ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പോകുന്നു. പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല ഇവരാരുമായിട്ട്. ആ നിലയ്ക്ക് സ്വാഭാവികമായി മാണി സാറിനോട് നമുക്ക് സംസാരിക്കണം, സംഘർഷത്തിലേക്ക് പോകരുത്. ഞാൻ പറയും എന്നെ എറിഞ്ഞ ഞാനും എറിയും.
ഞാൻ അത്ര പറഞ്ഞു. മാണി സാറ് പറഞ്ഞൊരു ഈ കാര്യം ചർച്ചയ്ക്കൊന്നും ഞാനില്ലെന്ന് പറഞ്ഞു. മാണി സാറ് പറഞ്ഞൊരു കാര്യമുള്ളൂ. അതായത് PC ജോർജിൻ്റെ സ്ഥായിയായിട്ടുള്ള സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും നിലവിലുള്ള നിലപാടുകളിലും പ്രതിപാദനങ്ങളിലും സംസാര രീതികളിലൊക്കെ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താം. തൽക്കാലം ഒരു വെടിനിർത്തൽ നമുക്ക് സാധ്യമാണ്. അതിൽ നിങ്ങളും കൂടി സഹകരിക്കണം. അതായത് കോൺഗ്രസ് സഹകരിക്കണം. ഉമ്മൻചാണ്ടി പറഞ്ഞു സഹകരിക്കാം, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാം, പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറാം, PT തോമസിനെയും ആൻഡ്രു ആന്റണിയെയും ഞങ്ങൾ നിയന്ത്രിക്കാം. മാണി സാറ് പറയുന്നു അങ്ങനെയാണെങ്കിൽ ശരി, എന്നെ ചൊറിയാൻ വരരുത്, ചൊറിയാൻ വന്നാൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ, ചൊറിയുന്നില്ല, പ്രകോപിപ്പിക്കുന്നില്ല, ശരി, ചീമൊട്ടയില്ല, മുട്ടയില്ല, സന്ധിയായി. ഇല്ലെന്നേ ഇപ്പോഴും ഏറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് അവിടെ കരിക്കൊടി കൊണ്ട് കൂടി. അവിടെ പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ കോൺഗ്രസ് ഏക്കാരനാണ്. അല്ല, ആ വിവരം അങ്ങോട്ട് എത്തിയിട്ടില്ല PC ജോർജ്. ഈ സന്ധി, അതായത് PC ജോർജിന് മൂക്കേറിട്ട കാര്യം പാലക്കാടുള്ള കോൺഗ്രസ്സുകാർ അറിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ യോഗത്തിൽ ആശുപത്രി ഉദ്ഘാടനമാണ്. ആ യോഗത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിട്ട് വന്നിരുന്ന അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനാണ്, കോൺഗ്രസ് ഏക്കാരനാണ്. അങ്ങനെ പരസ്യമായിട്ട് അവിടെ പ്രസംഗിച്ച് PC ജോർജിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, PC ജോർജ് വരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് സമയം ഉണ്ടാക്കി ഇവിടെ വന്നത് എന്നങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ ഉമ്മൻചാണ്ടിയോടുള്ള ബന്ധം വഷളാങ്കാറാണ്. കാരണത്തിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഭാഷയല്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ രംഗത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാരും പറയുന്ന ഭാഷയാണ്. ദയവ് ചെയ്തിട്ട് എൻ്റെതായ ഒരു ചോദ്യം എനിക്കില്ല. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന, അതായത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു ചാവേറായി നിന്ന ആള് പാമോലിൻ കേസിൽ തെറി പറയണു, ജഡ്ജി ഹനീഫിനെ അങ്ങോട്ട് വിടുന്നു, ഇങ്ങോട്ട് വിടുന്നു, തന്തയ്ക്ക് പറയണു, പറയാത്തായിട്ടൊന്നുമില്ല. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? ഞാൻ പറഞ്ഞെന്താ, തിരുവനന്തപുരത്തെ ജില്ലാ ജഡ്ജി ആ വ്യക്തിക്ക് ഒരു കാരണവശാലും ഭരണഘടനാ പ്രകാരം CRPC അനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തു. അതുകൊണ്ട് എന്താ പറഞ്ഞത് നോക്കാൻ വേണമെങ്കിൽ